Good morning, students. In the previous classes, we were discussing about importance of professional communications in the workplace. Today, we are going to discussing about meaning and definition of communications and types of communication. First one, meaning and definition of communication. Communication is simply the act of transferring information from one place, person or group to another. ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മെയിൻലി ദർ ആർ അറ്റ്ലീസ്റ്റ് 3 കോമ്പണൻറ്റ്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ. വൺ സെൻഡർ, എ മെസ്സേജ് ആൻഡ് എ റെസിപ്പിയൻറ്റ്. ഏതൊരു കമ്മ്യൂണിക്കേഷനിലും അറ്റ്ലീസ്റ്റ് 3 കോമ്പണൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സെൻഡർ ഉണ്ടായിരിക്കണം, ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം, ഒരു റെസിപ്പിയൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ definition of communication. The communication is defined as the process of imparting or exchanging of information by speaking, writing or using some other medium. അതായത് സ്പോക്കൺ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടോ എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള മീഡിയം ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ അടുത്തുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ സക്സസ്ഫുൾ കൺവേയിങ് ഓഫ് ഷെയറിങ് ഓഫ് ഐഡിയാസ് ആൻഡ് ഫീലിങ്സ്. അതായത് സിമ്പിൾ വേർഡ്സിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സക്സസ്ഫുൾ കൺവേയിങ് ഓഫ് ഓർ ഷെയറിങ് ഓഫ് ഐഡിയാസ് ആൻഡ് ഫീലിങ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. There are a wide range of ways in which we communicate and more than one may occurring at any given time. അതായത് ഒരുപാട് വേയിലൂടെ നമുക്ക് ഒരാളോടുമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഏതെങ്കിലുമൊക്കെ എല്ലാ സമയത്തും ഒക്വയർ ചെയ്യുന്ന ഒന്നുമായിരിക്കും. മെയിൻലി there are 4 types of communication. They are verbal communication, non-verbal communication, written communication and visual communication. First one, verbal communication. It is the use of language to transfer information through speaking words or sign language. അതായത് നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൗണ്ടിലൂടെ നമ്മുടെ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. which includes face-to-face communication, telephone communication, radio communication, television, etc. അതായത് നമ്മൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ടെലിഫോൺ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, റേഡിയോയിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ടെലിവിഷനിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? വെർബൽ കമ്മ്യൂണിക്കേഷന് ഉദാഹരണമാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സോ എഫിഷ്യൻറ്റ്. Then next one, non-verbal communications. It is the use of body language, gestures, etc. to convey information. അതായത് നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആംഗ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്നതിനെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് writing letters, email, social media, books, magazine and other medias. അതായത് നമ്മൾ ലെറ്ററുകൾ എഴുതിയിട്ട്, ഇമെയിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതിയിട്ട്, ബുക്സ് എഴുതിയിട്ട്, മാഗസീൻ എഴുതിയിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയയിലൂടെ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. It is very helpful because it provides a record of information for future reference. അതായത് ഈ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവാണ്. കാരണം ഇത് എപ്പോഴും ഒരു എവിഡൻസ് ആണ്. ഞാൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നല്ലത് ഞാൻ ഇന്നത് എഴുതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ഫ്യൂച്ചർ റെഫറൻസിന് ആവശ്യമായ ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കും. Then last one, visual communication. Visual communication is the act of using photographs, art, drawing, charts and graphs to convey information. അതായത് ഒരു ഫോട്ടോഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട്, ആർട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വിഷ്വൽസ് ആർ ഓഫൺ യൂസ്ഡ് ഇൻ ആൻ എയ്ഡ് ഡ്യൂറിംഗ് പ്രസൻറ്റേഷൻ or to provide helpful context
alongside written or verbal communication. ഇതേപോലെയുള്ള പ്രസൻറ്റേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ റിട്ടേൺ ഓർ ഓറൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്തൊക്കെ നമുക്ക് ഇഫക്റ്റീവായിട്ട് അതിനൊപ്പം കൂട്ടാവുന്ന ഒന്നാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. Then നമ്മൾ ഓൾറെഡി പറഞ്ഞു വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ യൂസ് ഓഫ് സൗണ്ട്സ് ആൻഡ് വേർഡ്സ് ടു എക്സ്പ്രസ് യുവർ സെൽഫ്. അതായത് നമ്മളിലുള്ള ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൗണ്ടോ വേർഡ്സോ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. An example of verbal communication is saying no when someone asks you to do something you don't want to do. നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു കാര്യം ഒരാൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ നോ എന്ന് നമ്മുടെ സൗണ്ട് ഉപയോഗിച്ച് പറയുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതേസമയം നമ്മളിങ്ങനെ നമ്മളെ ഏതെങ്കിലും ജെസ്റ്റേഴ്സിലൂടെ പറ്റില്ല എന്ന് പറയുന്നതിന് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ദെൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് സൗണ്ട്സ്, വേർഡ്സ്, ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇതെല്ലാം ഉണ്ടാവും. സൗണ്ട് ഉണ്ടാവും, വേർഡ്സ് ഉണ്ടാവും, ലാംഗ്വേജ് ഉണ്ടാവും, അതേപോലെ സ്പീച്ച് ഉണ്ടാവും. Speaking is an effective way of communicating and helps in expressing our emotions in words. സ്പീക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് വേർഡിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. Mainly there are 4 types of verbal communication. They are intrapersonal communication, interpersonal communication, small group communication and public communication. First one, intrapersonal communication. This form of communication is extremely private and restricted to ourselves. It includes the silent conversation we have with ourselves. അതായത് ചില സമയത്ത് നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്. അതിങ്ങനെ മനസ്സിലായിരിക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് നിർത്തിക്കൂടെ, അത് നമ്മൾ ഉറക്കെയല്ല ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കും. അപ്പോൾ അതിന് നമ്മൾ ഏതെന്ന് പറയുന്നു? ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ദെൻ ഈ കേസിൽ ഒരു വ്യക്തി തന്നെയായിരിക്കും സെൻഡറായിട്ടും റിസീവറായിട്ടും ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ദിസ് form of communication take place between two individuals and is thus one-on-one conversation. അതായത് ഇവിടെ രണ്ട് വ്യക്തികളായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. Here the two individuals will play their role of sender and receiver in order to make the communication more clear. അതായത് ഇവിടെ രണ്ട് വ്യക്തികളുണ്ടാവും എന്ന് പറഞ്ഞു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിലൊരു വ്യക്തി സെൻഡറായിട്ടും മറ്റൊരു വ്യക്തി റിസീവറായിട്ടും ആക്ട് ചെയ്യുന്നു. തേർഡ് വൺ, സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഓൺലി വെൻ ദെയർ ആർ മോർ ദാൻ 2 people ഇൻവോൾവ്ഡ്. ഹിയർ ദ നമ്പർ ഓഫ് പീപ്പിൾ വിൽ ബി സ്മോൾ ഇനഫ് ടു അലൗ ഈച്ച് പാർട്ടിസിപ്പൻറ്റ് ടു ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്. അതായത് രണ്ടോ അതിലധികമോ വ്യക്തികൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതായത് ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും പരസ്പരം എന്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം? ഇൻറ്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കണം. അപ്പോൾ രണ്ടോ അതിലധികമോ, അത് ചിലപ്പോൾ മാക്സിമം ഒരു 10 പേരൊക്കെ ആയിരിക്കാം. അപ്പോൾ അത്രയുമുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബോർഡ് മീറ്റിംഗ്, ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ഫോർത്ത് വൺ, പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. This type of communication take place when one individual addresses a large gathering of people. അതായത് ഒരു വ്യക്തി ഒരു ലാർജ് ഗ്യാതറിങ്ങിനെ അഡ്രസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലാർജ് ഗ്യാതറിങ്ങിനോട് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. In this case, there is usually a single sender of information and several receivers who are being addressed. ഈ കേസിൽ ഒരു സിംഗിൾ സെൻഡർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ആരാണോ സ്പീച്ച് നടത്തുന്നത് ആ വ്യക്തിയായിരിക്കും സെൻറ്റർ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ആർ സോ മെനി റിസീവേഴ്സ്. ആ റിസീവേഴ്സിനെ ആയിരിക്കും ഈ സെൻറ്റർ എന്ത് ചെയ്യുന്നു? അഡ്രസ്സ് ചെയ്യുന്നത്. ദെൻ
election campaign, public speech, etc. are the example of public communication. Then, what are the advantages of verbal communication? First one, it saves times in communications. അതായത് നമ്മുടെ ഒരു ഇൻഫർമേഷൻ എഴുതുകയാണെങ്കിൽ അതിന് സമയമെടുക്കും. പക്ഷെ അതേ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ക്വിക്ക് ഇൻ ഒബ്റ്റെയിനിങ് ഫീഡ്ബാക്ക് വൺസ് ഡെലിവേർഡ്. നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡെലിവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് അതിന് എന്ത് കിട്ടുന്നു? ഫീഡ്ബാക്ക് കിട്ടും. It provides complete understanding of communication delivered, and there is chance to make it more clearer in case of doubts in interpretation of the words or ideas. അതായത് വളരെ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ക്ലിയർ ചെയ്യാൻ സാധിക്കും. Then it is more reliable method of communication. Then it is flexible and effective for all. Then it is powerful means for persuasion and control. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഉപയോഗിക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ചീപ്പർ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിന് പ്രത്യേകിച്ച് ചിലവിൻ്റെ ഒന്നും ആവശ്യമില്ല. ദെൻ സോ ഇറ്റ് ഈസ് എ ചീപ്പർ വേ ഓഫ് communication. Then what are the disadvantages of verbal communication? Then emotions are visible and hence leads to trouble in certain cases. അതായത് ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ കേസിൽ നമ്മൾ ഒരാളോട് മുഖത്ത് നോക്കിയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സംസാരത്തിൽ നമ്മുടെ ഇമോഷൻസ് എപ്പോഴും എന്താവുന്നുണ്ട്? പ്രകടം ആവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ദേഷ്യപ്പെട്ട ഈ സമയത്ത് നമ്മളിങ്ങനെ ഒരാളോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെന്തിലേക്ക് ലീഡ് ചെയ്യാം? പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ ഇറ്റ് ഹാസ് നോ ലീഗൽ വാലിഡിറ്റി. വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ വെർബൽ കമ്മ്യൂണിക്കേഷന് ലീഗൽ വാലിഡിറ്റി ഇല്ല. ആൻഡ് ഹെൻസ് വിൽ ലീഡ് ടു പ്രോബ്ലം ഇൻ സർട്ടൈൻ സിറ്റുവേഷൻ. ദെൻ അതായത് നമ്മൾ പറഞ്ഞതിന് ഒരു റെക്കോർഡൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവുന്നില്ല. അപ്പോൾ ദെൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യാൻ സാധിക്കില്ല? പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് പെർമനൻറ്റ് റെക്കോർഡ് unless it is recorded with the modern means of storage. സെക്കൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയായിട്ട് പറയാം. ഇതിനൊരു പെർമനൻറ്റ് റെക്കോർഡില്ല. അതായത് നമ്മളിപ്പോൾ ഉള്ള മോഡേൺ മീൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെന്തുണ്ടായിരിക്കില്ല? പെർമനൻറ്റ് റെക്കോർഡ് ഇല്ല. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഹാസ് ഇഷ്യൂ വെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഡിസ്റ്റൻറ്റ് പീപ്പിൾ. അതായത് ദൂരെയുള്ള ആളുകളുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ സർട്ടൈൻ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് സ്പീച്ച് ഡ്യൂ ടു വേരിയസ് സ്പീച്ച് ടോൺ യൂസ്ഡ് ഇൻ ദ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ചില സമയത്ത് ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുടെ സ്പീച്ചിൻ്റെ ടോൺ കാരണം ചിലർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. Then last one, this form of communication is not suitable for lengthy message. വളരെ ലെങ്തി ആയ ഒരു മെസ്സേജിന് ഈ തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്തല്ല? സ്യൂട്ടബിൾ അല്ല. These are the disadvantages of verbal communication. Yes, today we are discussing about meaning and definition of communication, types of communication, then verbal communication. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.